ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരുള്ള ഒരു പഴയ ബംഗ്ലാവിലാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ ഓഫീസും അവരുടെ വിശ്രമ കേന്ദ്രവുമായി ഉപയോഗിച്ചിരുന്ന ഒരു ബംഗ്ലാവാണിത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ബംഗ്ലാവിലേക്കുള്ളത്. ബംഗ്ലാവ് സന്ദർശിക്കുവാനുള്ള ടിക്കറ്റ് താഴെ നിന്നും എടുത്തു വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനായി. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക്. വളഞ്ഞു തിരിഞ്ഞുള്ള ചെറിയ ഒരു കയറ്റം കയറി വേണം നമുക്ക് ബംഗ്ലാവിലെത്തുവാനായി. ഇരുവശങ്ങളിലുമായി കാട്ടുമരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ വനംപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരനുഭൂതിയാണ് ഉണ്ടാവുന്നത്. ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്തായതിനാൽ ബംഗ്ലാവ് കുന്ന് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശം മലബാർ ഏരിയയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർ പണി കഴിപ്പിച്ചതാണ് ഈ ബംഗ്ലാവ്. നൂറ്റാണ്ടുകളുടെ പഴക്കം വിളിച്ചോതുന്ന ഈ ബംഗ്ലാവ് നിലമ്പൂർ കാടുകൾക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്ന് ഏതെങ്കിലും ആവശ്യത്തിനായി നിലമ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്ന സായിപ്പന്മാർ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന രീതിയിൽ ഇവിടെയായിരുന്നു വിശ്രമിച്ചിരുന്നത്. പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഈ ബംഗ്ലാവ് നിലമ്പൂർ വനം വകുപ്പിൻ്റെ കീഴിലായി. ബംഗ്ലാവിനകത്തേക്ക് കയറുമ്പോൾ ഇരുവശങ്ങളിലുമായി വിശാലമായ 2 മുറികൾ കാണാം. ബംഗ്ലാവിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ കോവണി പൂർണ്ണമായും മരത്തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകൾ നിലയിലെത്തിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ തറയിൽ വിരിച്ചിരിക്കുന്നതെല്ലാം ഒരുപക്ഷെ നിലമ്പൂർ തേക്കുകൾ തന്നെയായിരിക്കാം. ഈ ബംഗ്ലാവിന് പിൻവശത്തായി താഴ്ഭാഗത്തിലൂടെയാണ് ചാലിയാർ പുഴയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പുരാതന രീതിയിൽ പണി കഴിപ്പിച്ച വാതിലുകളും ജനലുകളും നമുക്കിവിടെ കാണാം. മരത്തടികൾ തന്നെയാണ് ജനലിൻ്റെ അഴികൾക്കായെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ മുൻഭാഗത്ത് പൂർണ്ണമായും ബാൽക്കണിയാണ് നിർമ്മിച്ചിട്ടുള്ളത്.
3 ഭാഗങ്ങളിലേക്കായി നീണ്ടു നിവർന്നു കിടക്കുന്ന ബാൽക്കണി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാൽക്കണിയിൽ മുഴുവനായും മരപ്പാളികൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായി സീലിംഗ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശുദ്ധമായ വായുവും വെളിച്ചവും ലഭിക്കുന്നതിനായി പൂർണ്ണമായും അവർ ജനൽപ്പാളികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാവ് കുന്നിലെ ഈ ബാൽക്കണി വളരെ ഹൈലൈറ്റാണ്. ഈ കെട്ടിടത്തിൻ്റെ 3 ഭാഗങ്ങളിലേക്കും നീണ്ടു നിവർന്നു കിടക്കുന്ന ബാൽക്കണിയാണ്. ഭാർഗവി നിലയം എന്ന സിനിമയിലെ പ്രധാന ഹൊറർ ഷോട്ടുകളെല്ലാം ഈ ബംഗ്ലാവിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ബംഗ്ലാവ് കുന്നിൻ പ്രദേശത്തായതിനാൽ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെയും വയർലെസ് ഓപ്പറേറ്റിംഗ് സെൻറ്ററിൻ്റെയും ഓഫീസ് കൂടിയായിരുന്നു ഇത്. ബംഗ്ലാവിനോട് തൊട്ടടുത്ത് തന്നെ ടൂറിസം വകുപ്പ് സ്കൈവാക്ക് എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ചാലിയാറിൻ്റെ തീരത്തെ ശാന്തസുന്ദരമായ വനസൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് ഈ നടപ്പാത വഴിയൊരുക്കുമെന്ന രീതിയിലാണ് അധികൃതർ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ആറ് മീറ്റർ ഉയരത്തിലും 140 മീറ്റർ നീളത്തിലുമായി കാടിന് നടുവിലൂടെ ഒരു ആകാശപാത. 15 ഏക്കറോളം വരുന്ന ഈ വനഭൂമിയിലാണ് ഏകദേശം 1 കോടിയോളം രൂപ ചെലവഴിച്ച് സഞ്ചാരികൾക്കായി ഈ പദ്ധതി തുറന്നുകൊടുത്തത്. 2016 മാർച്ച് മാസത്തിലായിരുന്നു അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
ബംഗ്ലാവ് കുന്നിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ അത് അറിയാത്തവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമാറ്റിക് വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.